Hey my beautiful, welcome back to my Pups channel. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആൻഡ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, ഡിവൈൻ ഗൈഡൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കുക. എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ചില എനർജി ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ. സാഹചര്യം എന്താണെന്നുണ്ടെങ്കിലും വളരെ പ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കാം ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള കാഴ്ചകൾ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്, ഒരു റിയൽ ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. സോ നിങ്ങളുടെ ഒരു കറന്റ് എനർജി അതുപോലെയാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു എനർജി അങ്ങനെ ആയിരിക്കണം. വളരെ കാം ആൻഡ് പ്ലസന്റ് ആയിട്ടുള്ള, കാരണം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ ബോധർ ചെയ്യുന്നുണ്ടായിരിക്കില്ല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ മനസ്സ് എംപ്റ്റി ആവുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു നിങ്ങളുടെ പല തോട്ട്സും കുറച്ച് സമയത്തേക്ക് പോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് നല്ലൊരു സമാധാനം ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമ്മൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാംനെസ് ഉണ്ട് അല്ലെ, വളരെ സമാധാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വേറെ ഒരു തോട്ട്സും ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തോട്ട്സ് ആണോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എറേസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ചില ആളുകൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾ ബോധർ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവും, നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് അല്ലെ. വളരെ കാം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓർ ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈവൻ ലൈക്ക് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എനർജറ്റിക്കലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നതും അതാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് എംപ്റ്റി ആക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പേസ് എംപ്റ്റി ആക്കി വെക്കുക, മനസ്സ് എംപ്റ്റി ആക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ബോധർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലേക്ക് ഒന്നും ശ്രദ്ധ കൊടുക്കാൻ തോന്നാത്ത വിധത്തിലുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ വളരെ സന്തോഷം തരുന്ന ആളുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് തരുന്ന ആളുകളും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കാം. അത് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിലൊക്കെ വരുന്ന സമയത്ത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളത് കൂടുതൽ എനർജറ്റിക്കലി കണക്ട് ചെയ്യാൻ ചില ആളുകൾ നിങ്ങളത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. വെരി സൂൺ നിങ്ങൾ ഇതുപോലത്തെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടീമിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അത് പുതിയ വർക്ക് പ്ലേസ് ആയിരിക്കാം, നിങ്ങളുടെ പുതിയ ക്ലയന്റിന്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കാം, ഓർ പുതിയ ഫാമിലിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. പുതിയ ഫാമിലി ഇൻ ദ സെൻസ് ലൈക്ക് ഒന്നെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിട്ട് പുതിയൊരു ഫാമിലിയിലേക്ക് വന്നതായിരിക്കാം, നിങ്ങൾ പുതിയ കോളേജിലേക്കൊക്കെ വരുന്നതായിരിക്കാം. നിങ്ങളുടെ പഠന ബന്ധമായിട്ട് നിങ്ങൾ പുതിയ ആളുകളെ ഒരു ഫാമിലി പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് നിങ്ങൾ അതിലേക്ക് പോവുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോവുക എന്നുള്ളതാണ്. അത് ഓൾറെഡി നിങ്ങൾ ചില ആളുകൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഗൈഡൻസിൽ തന്നെയാണ് ഈ ഒരു സമയത്ത് പോകുന്നത്, നിങ്ങൾ ആ ഒരു റൈറ്റ് ട്രാക്കിൽ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എനർജറ്റിക്കലി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ പോവാം. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ്? പേഷ്യൻസ്. ഓൾറൈറ്റ്, ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കാന്നല്ല, നിങ്ങൾ ഓൾറെഡി അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചോയ്സ് ഉണ്ടാവില്ല അല്ലെ. ക്ഷമയോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നല്ല ക്ഷമ പഠിക്കുന്നുണ്ട്, സിറ്റുവേഷൻ നിങ്ങൾ അതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ കൺഫർമേഷനും അതാണ്. നിങ്ങൾക്ക് വേണ്ടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾക്ക് ലൈഫിൽ നിന്ന്
കിട്ടാത്തൊരു കാര്യമല്ല, കിട്ടോ ഇല്ലയോ അല്ലെങ്കിൽ സാധിക്കായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് വെരി സൂൺ ലൈഫ് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷമായിട്ടുള്ളതും നിങ്ങൾക്ക് ഒരുപാട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ അതിലേക്ക് ക്ഷമയോട് കൂടി വന്ന് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അത് ചില ആളുകൾക്ക് നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ സന്തോഷമായിട്ടുള്ള എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ ഒക്കെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നതായിരിക്കാം. ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡും ശരീരമൊക്കെ ഒന്ന് കാമാക്കി വെക്കാൻ ഉള്ള എന്തെങ്കിലും യാത്രയിൽ നിങ്ങൾ ഭാഗമാവുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫിന്റെ വളരെ മേജർ ആയിട്ടുള്ള ഒരു ഇവന്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ചില ആളുകൾക്ക് എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില അപ്രൂവൽ ഉണ്ടാവുന്നുണ്ട്. പോസിബിലിറ്റി ഇല്ലാത്ത ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ വീണ്ടും ആക്റ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ പല ഏരിയാസിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ആക്ഷനും ഇല്ലാത്തൊരു പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഗ്രോത്തും ഇല്ലാതെ തോന്നിയിട്ടുള്ള ചില പ്ലേസിൽ കുറച്ചുകൂടെ ഒരു കാര്യങ്ങൾ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്, ആക്ഷൻ മോഡിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ളൊരു ബ്ലെസ്സിങ് ആണ്, നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ കൺഫർമേഷൻ ആണ്. ഓക്കെ, ലെറ്റിംഗ് ഗോ. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യുക. ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില എക്സ്പീരിയൻസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത്ര സന്തോഷമില്ല, നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടുകളയുക. ഓക്കെ, കാരണം നിങ്ങൾ അത് ചില കാര്യങ്ങൾ വിട്ടുകളയാന്ന് മീൻസ് ലൈക്ക് നിങ്ങൾ അത് എന്നേക്കുമായിട്ട് വിട്ടുകളയാന്നുള്ളതല്ല. നിങ്ങളുടെ ഒരു അനുഭവമാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു അനുഭവമാണ് നിങ്ങൾ വിട്ടുകളയേണ്ടത്. അങ്ങനെ വിട്ടുകളയുന്ന സമയത്താണ് ചില കാര്യങ്ങൾക്ക് റൈറ്റ് ആയിട്ട് എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, ചില കാര്യത്തിന്റെ ഒരു ഫ്ലോയിലൂടെ നിങ്ങൾ പോവുക. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ധൈര്യമായിട്ട് നിങ്ങൾ വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും സാധിക്കില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ചില ജോബിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ സക്സസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്കത് ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ ആയിരിക്കാം. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഹെൽത്ത് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഫിസിക്കൽ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പുതിയ വിഷൻ, പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാന്നുള്ളതായിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അവസരങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാൻ പോവാണ്. നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ അതാണ്, നിങ്ങളൊരു പുതിയ വിഷനിലേക്ക് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെ എൻഗേജ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ആളുകളെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒക്കെ വളരെ സന്തോഷമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചില കാര്യത്തിന്റെ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുന്നുണ്ട് നിങ്ങൾ. ചില ആളുകളുടെ ലൈഫിലായിരിക്കാം, ചില ഫാമിലിയിലേക്ക് നിങ്ങൾ അങ്ങനെ വരുന്നതായിരിക്കാം, ചില ആളുകൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്ത് എന്താ സംഭവിച്ചത്, നിങ്ങളുടെ ഭാവി എന്താവും അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒരു ടൈമും ഉണ്ടാവില്ല, നിങ്ങൾ അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. അതുപോലത്തെ ചില കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ പോവാണ്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ്